വളരെ ഭയാനകമായിട്ടാണ് ഇപ്പോൾ കേരളം പൊക്കോണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇതാ ഇപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ബാന് വന്നേക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം മാർക്കോയാണോ സംസാരിക്കേണ്ടത്? ആ സിനിമ എന്നാണ് റിലീസ് ചെയ്തത്? ഡിസംബറിലാണ് റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ ടെലിവിഷൻ പ്രീമിയർ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവിടെ ഈ ഒരു മാർക്കോ സിനിമ ബാൻ ചെയ്ത എല്ലാം അവസാനിക്കും. എന്താ എൻ്റെ ചോദ്യം അതാണ്. എല്ലാം അവസാനിക്കും, എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആണ്, എല്ലാം ഓക്കെ ആവും എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തുവാടെ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തന്നെ പുച്ഛം തോന്നുന്നുണ്ട്. ഇവിടെ ഇതൊന്നും അല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ നിയമം അതൊന്ന് ശക്തമായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ വേറെ സിനിമയൊക്കെ ഇതിൽ വലിച്ചേക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടേ. ഇവിടെ എന്തെല്ലാം നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബന്ധമില്ലാതെ സിനിമയെ കൊണ്ടുവരിക. അങ്ങനെയാണ് ഇതിനു മുമ്പ് ഇഷ്ടം പോലെ സിനിമകൾ റിലീസായിട്ടില്ലേ? എത്ര ഈ മാർക്കോ ഒന്നും അല്ല, വയലൻസ് പടങ്ങൾ കാണുക. എത്ര എത്ര സീരീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ സിനിമകൾ. അതൊക്കെ പിള്ളേർ കാണില്ലേ? പിള്ളേർ നല്ല രീതിയിൽ ചിന്തിക്കുന്ന പിള്ളേരും ഉണ്ട്, പിന്നെ കൊടും ക്രിമിനലായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാരെയൊക്കെ ശക്തമായിട്ട് ശിക്ഷിക്കണം, അല്ലെങ്കിൽ ആ ഒരു നിയമം കൊണ്ടുവരണം. സ്ട്രോങ് നിയമം കൊണ്ടുവന്നാൽ ഇവിടെ പക്കയായിരിക്കും. ഒരു സിനിമ മൊത്തത്തിൽ അങ്ങ് കളഞ്ഞാൽ തീരും. അടുത്ത ഇനി എന്താണ് ഒരു നല്ല രീതിയിൽ സ്ട്രിക്റ്റ് കൊണ്ടുവരണം. ലഹരിക്കെതിരെ ആയാലും ശക്തമായിട്ട് കൊണ്ടുവരണം. പാരൻസ് ആയാലും പിള്ളേർ എവിടെ പോകണം, എന്തിന് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങോട്ട് ഇനി അതൊക്കെ വേണം നിങ്ങൾ നോക്കാം. അല്ല ഈ സിനിമയെ അതായിട്ട് ഒരു ബന്ധമില്ലടേ എന്നുള്ള കാര്യം പറയാം. എനിക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഇതായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ബന്ധമില്ല സിനിമയെ കൊണ്ടുവരിക. സോ ഇതെൻ്റെ അഭിപ്രായമാണ്, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും കാണും. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്.